നമ്മുടെ തൃശ്ശൂർ ഒരു പുതിയ കഫേ വന്നിട്ടുണ്ട്. പുതിയതല്ല, പണ്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് പുത്തൻ ലുക്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ഇങ്ങനൊരു കഫേ വേറെ ഉണ്ടോയെന്ന് സംശയമാണ്. ഇവിടെ ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്, പിന്നെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കഫേനെ പറ്റിയിട്ടാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. തൃശ്ശൂരിൻ്റെ തിക്കുംതിരക്കിൽ നിന്നൊക്കെ മാറി നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വൈറ്റ് കഫേ പരിചയപ്പെട്ടാലോ? വെൽക്കം ടു ഐവറി ആർട്ട് കഫേ, where you can experience the ultimate fusion of flavors and ambience in the heart of തൃശ്ശൂർ സിറ്റി. ഈ ഒരു കഫേയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ MG റോട്ടിൽ കോട്ടപ്പുറം പാലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള മാരിയമ്മൽ കോവിലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓപ്പോസിറ്റ് നിങ്ങൾക്കൊരു അംഗനവാടിയാണ് കാണാൻ പറ്റുക. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വീട് പോലത്തെ സെറ്റപ്പാണ്. ആ വീടാണ് ഇവരൊരു കഫേ ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ബുക്ക് സ്റ്റോർ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബുക്സിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ചില വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്യാനും പറ്റും. ബേസിക്കലി ഒരു കഫേനെക്കാട്ടിയും ഉപരി അവരൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ വീക്കെൻഡ്സ് വരണിച്ചെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്റ്റേജും ഇവിടെ ഉണ്ട്. അതിനൊരു ചെറിയ ഫീയും അവർ തരുന്നതായിരിക്കും. ഇനി ഫുഡിലോട്ട് വരാണെച്ചെങ്കിൽ ഞങ്ങൾ അവരുടെ കുറച്ചധികം ഡിഷസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതാണ് ഇവരുടെ KFC എന്ന് പറഞ്ഞാൽ നമ്മുടെ KFC അല്ല, ഇവരുടെ ഭാഷയിൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. നല്ല ജ്യൂസിയായ ഈ ഒരു ചിക്കൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷായിരുന്നു ഇവരുടെ KFC. നിങ്ങളൊരു ഡയറ്റൊക്കെ നോക്കുന്ന ആളാണെച്ചെങ്കിൽ ഇവരുടെ കോബ് സലാഡ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. അത് അത്യാവശ്യം നല്ല ഹെൽത്തി ഐറ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ KFCയുടെ അത്രയ്ക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചത് അവരുടെ വെജിറ്റബിൾ ഫ്രിട്ടോ മിസ്റ്റോ. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്ത് തരുന്നതാണ് ഈ ഒരു ഐറ്റം. അതിൻ്റെ കൂടെ കിട്ടുന്ന സോസാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്. ആ സോസ് കാരണം തന്നെയാണ് ഈ ഒരു ഡിഷ് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാവാനും കാരണമായത്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ ഡ്രങ്കൻ നൂഡിൽ ബൗളാണ്. ഇത് റൈസിലും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഈ ഒരു നൂഡിൽസിൻ്റെ ബൗൾ വരുന്നത്. ചിൽഡ്രൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ബൗള്. ചിൽഡ്രൻസിന് മാത്രമല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെടുക പിള്ളേർക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ചിക്കൻ ടിക്ക പന്നീർ സാൻഡ്വിച്ച്. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്തിരി ബിലോ ആവറേജ് ഫുഡായിട്ട് തോന്നിയത്. എനിക്ക് അത്രയ്ക്കാണ്ട് ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല ആർക്കും അത്രയ്ക്കാണ്ട് ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സാൻഡ്വിച്ച്. ഇനി ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലേക്ക് വന്നാൽ ഞങ്ങൾ അവരുടെ കിവി സ്ലഷും ബെറി മുജിറ്റും കാരമൽ കോൾഡ് കോഫിയാണ് ട്രൈ ചെയ്തത്. ഇതിൽ കിവി സ്ലഷും ബെറി മുജിറ്റും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരമൽ കോൾഡ് കോഫി എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല. എല്ലാത്തിലും നല്ല മധുരം ഉണ്ടായിരുന്നു. കുറച്ച് മധുരം കുറയ്ക്കായിരുന്നു, കാരണം നമുക്ക് പെട്ടെന്ന് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ കുടിച്ചാൽ. മൊത്തത്തിൽ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കാൻ നല്ലൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഒരു കഫേ ഇവർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറേ ഫേമസ് ആർട്ടിസ്റ്റിൻ്റെ മ്യൂറൽ വർക്ക്സും പിന്നെ പെയിൻറ്റിങ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത്യാവശ്യം കുറേ കളക്ഷൻ ഓഫ് ബുക്സ് ഇവർക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ പ്രൈവറ്റ് മീറ്റപ്സും ബർത്ത്ഡേ പാർട്ടീസും പിന്നെ എനി സെലിബ്രേഷൻസൊക്കെ നടത്താവുന്നതാണ്. അതിന് സെപ്പറേറ്റ് സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഫേയും അവിടുത്തെ ഫുഡും ആംബിയൻസൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. ഇനി പോയിട്ടില്ലെങ്കിൽ ടു ട്രൈ ഇറ്റ് ഔട്ട് ഫ്രം ഐവറി കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. അത്ര തലതാക്കണം, ഈ തലതാക്കട്ടെ. ശരിയല്ല കടി. ഓക്കെ, കാരമൽ എന്തോ കാരമൽ പറഞ്ഞു.